തിരുനക്കര തേവരേ തിരുനെറ്റി കണ്ണിലും അമൃതേന്ദു കിരണത്തിൻ. തൃശൂർ പൂരത്തിൻ്റെ മാതൃകയിൽ കോട്ടയത്ത് കൊണ്ടൊരു പൂരം, തിരുനക്കര പൂരം. പൂരം തുടങ്ങിയ 2007-ലും പിന്നെ 3 തവണയും തിരുനക്കര പൂരത്തിന് ഞാൻ പോയിരുന്നു. തിരുനക്കര മഹാദേവർ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ടാണ് പൂരം നടത്തി വരുന്നത്. ഉത്സവനാളിലൊന്നിൽ ഞാൻ തീർച്ചയായും പോവുക പതിവാണ്. കാരണം എൻ്റെ ബാല്യകുമാരങ്ങൾ ചെലവഴിച്ചത് കോട്ടയത്താണ്. ഇപ്പോൾ ഞാൻ പോയത് യൂട്യൂബ് ചാനലായ വ്ളോഗ് ലോകത്തിന് വേണ്ടി പൂരം ഷൂട്ട് ചെയ്യുവാനാണ്. ചെന്ന് കണ്ടപ്പോഴല്ലേ പൂരം, പൊടിപൂരം, സൂചി കുത്താനിടവില്ല. പൂരത്തിൽ പങ്കെടുക്കുന്നത് 22 ആനകളാണ്. ഓരോ ആനയും പടിക്കെട്ട് ഇറങ്ങി വരുമ്പോഴേ ആനപ്രേമികൾ ആർത്തു വിളിക്കും. തിരുനക്കര പൂരത്തിന് ഇത്രയും ജനങ്ങൾ എത്തുന്നത് ഇതാദ്യം എന്ന് ചില നാട്ടുകാർ പറഞ്ഞു. ആ തിരക്കിനിടയിൽ ഇടിച്ചു കയറി നല്ല നല്ല ഷോട്ടുകൾ എടുക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്നോട് ആർക്കും പരിഭവം തോന്നരുതേ. തൃക്കടവൂർ ശിവരാജു, ഈരാറ്റുപേട്ട അയ്യപ്പൻ, ഉഷശ്രീ ശങ്കരൻകുട്ടി, പുതുപ്പള്ളി സാധു, മീനാട് വിനായകൻ, കാഞ്ഞിരക്കോട് ശേഖരൻ, കുളമാക്കിൽ പാർത്ഥസാരഥി, ചുരൂർ മഠം രാജശേഖരൻ, തടഞ്ഞാവിള രാജശേഖരൻ, ഉണ്ണിമങ്ങാട് ഗണപതി, പനയന്നാർക്കാവ് കാളിദാസൻ, തോട്ടക്കാട്ട് രാജശേഖരൻ, ഉണ്ണിപ്പള്ളി ഗണേശൻ, വേണാട്ടുമറ്റം ശ്രീകുമാർ, തോട്ടക്കാട്ട് കണ്ണൻ, ചെറുകോൽ ശിവൻ, മാറാടി അയ്യപ്പൻ, കരിമണ്ണൂർ ഉണ്ണി, വേമ്പനാട് വാസുദേവൻ, കുളമാക്കിൽ രാജ, മീനാട് കേശു, കല്ലുത്താഴെ ശിവസുന്ദർ തുടങ്ങിയ മിടുമിടുക്കൻ ആനകളാണ് പൂരത്തിൽ നെറ്റിപ്പട്ടം കെട്ടി അണിനിരന്നത്. പടിഞ്ഞാറ് ഭാഗത്ത് പരമശിവൻ്റെ തിടമ്പേറ്റിയത് തൃക്കടവൂർ ശിവരാജു ആണെങ്കിൽ കിഴക്ക് ഭാഗത്ത് ഭഗവതിയുടെ തിടമ്പേറ്റിയത് ഉഷശ്രീ ശങ്കരൻകുട്ടി എന്ന ഗജരാജനാണ്. മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ 75 വാദ്യകലാകാരന്മാർ അവതരിപ്പിച്ച പാണ്ടിമേളം പൂരനഗരിയിലാകെ തേന്മഴയായി പെയ്തിറങ്ങി. പൂരനാളായ മാർച്ച് 20-ാം തീയതി രാവിലെ 10 ചെറു ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഘടകപൂരങ്ങൾ തിരുനക്കരയിൽ വന്നുപോയിരുന്നു. ആനച്ചമയങ്ങളൊക്കെ തൃശ്ശൂരിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ്. എല്ലാം പുതുപുത്തൻ. തൃശ്ശൂർ പൂരം എത്താറായി. പുതിയ പൂരച്ചമയങ്ങൾ അവിടെ അണിയറയിൽ തയ്യാറെടുക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിൽ ആനകൾ കുറവായതിനാൽ ഇത്രയും ആനകളെ ഒരുമിച്ച് പങ്കെടുപ്പിക്കുക എന്നത് പൂരം സംഘാടകർക്ക് പ്രയാസമുള്ള കാര്യമാണ്. വാടകയ്ക്ക് കൊണ്ടുവരുന്ന ഓരോ ആനയ്ക്കും ദിവസവും ഭക്ഷണവും പാപ്പാന്മാർക്കുള്ള പണവും ചേർത്ത് 30,000 രൂപ വരുമെന്നാണ് പറയുന്നത്. തലയെടുപ്പും ലക്ഷണവുമൊത്ത ആനകൾക്ക് ഫീസ് 1 ലക്ഷത്തിൽ കവിയും. പൂരത്തിന് വെടിക്കെട്ട് നിർബന്ധമാണല്ലോ. സാമ്പിൾ വെടിക്കെട്ടും ഒറിജിനൽ വെടിക്കെട്ടും. തിരുനക്കരയിൽ ഇത്തവണ വെടിക്കെട്ടിന് അനുമതിയില്ല. ഇത്തവണ 7-ാം ഉത്സവത്തിൻ നാളിലായിരുന്നു പൂരാഘോഷം. തിരുനക്കര ഉത്സവം 10-ാം നാളായ ശനിയാഴ്ച, അതായത് മാർച്ച് 23-ന് സമാപിക്കും. പൂരപ്പെരുമയിൽ തലയെടുത്ത് നിൽക്കുന്ന തിരുനക്കരയിൽ പൂരപ്രേമികളും ആനപ്രേമികളും ഒരുപോലെ കൊണ്ടാടുന്ന ഈ പൂരവിശേഷം ഞാൻ പറഞ്ഞറിയിക്കേണ്ടതല്ല, കണ്ടറിയേണ്ടത് തന്നെയാണ്. ഇനി നിങ്ങൾ അടുത്ത പൂരത്തിന് വരിക. അപ്പോൾ കാഴ്ചകളെല്ലാം നേരിട്ട് കാണാമല്ലോ. ശരിക്കും വടക്കുംനാഥൻ തന്നെയാണ് തിരുനക്കര തേവരെ. ആദ്യകാലത്ത് ഇതിന് ഇരവിപുരം എന്നൊരു പേരുണ്ടായിരുന്നു തിരുനക്കര. അത് കൊടിമരത്തിൻ്റെ ചുവട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് മഹാക്ഷേത്രമായി ഉയർന്നു. പൂരം വരാൻ തുടങ്ങിയിട്ടൊരു 15-20 വർഷമേ ആയിട്ടുള്ളൂ. വടക്കുംനാഥ ക്ഷേത്രത്തിൽ പൂരത്തിന് വളരെ പ്രാധാന്യമുണ്ട്. തൃശ്ശൂർ പൂരം, തൃശ്ശൂർ പേരൂർ പൂരം എന്നാണ് അത് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ വടക്കുംനാഥനായതുകൊണ്ട് ഇവിടെ പൂരം വേണമെന്ന് നാട്ടുകാരൊക്കെ അഭിലഷിച്ചു. അതിൻ്റെ ഫലമായി ഇവിടെ പൂരം ഇപ്പോൾ നിർവഹിക്കപ്പെടുകയാണ്. ഇത് വാസ്തവത്തിൽ ഇവിടെ 3 ഉത്സവം പതിവുള്ള അമ്പലമാണ് തിരുനക്കര. ആനി, അൽപ്പശി, പൈങ്കുനി എന്ന് 3 മാസങ്ങളിൽ ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. അതിൽ പൈങ്കുനി ഉത്സവമാണ്, അതായത് മാർച്ച് മാസത്തിൽ നടക്കുന്ന
മീനമാസത്തിൽ നടക്കുന്ന ഉത്സവം പുറം പകിട്ടുള്ളത്. മറ്റു രണ്ടും കൂടുതലും പൂജാവിധികളുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പുറത്ത് ആനകളെ എഴുന്നള്ളിച്ചു കൊണ്ടുള്ള ഈ പൂരം വാസ്തവത്തിൽ വളരെ മാനസികോല്ലാസം നൽകുന്ന ഒരു ആഘോഷമാണ്. തിരുനക്കരയിൽ ഉത്സവം നടക്കുമ്പോൾ, പൂരം നടക്കുമ്പോൾ എനിക്കിതിലെന്ത് കാര്യം എന്ന് സങ്കടപ്പെട്ട് മതപ്പാടിൽ നിൽക്കുകയാണ് ഈ ക്ഷേത്രത്തിലെ ലക്ഷണമൊത്ത കൊമ്പൻ തിരുനക്കര ശിവൻ. പല പൂരങ്ങളിലും ശിവനെ എഴുന്നള്ളിപ്പിക്കാനായില്ല. കോട്ടയംകാർക്കെന്ന് പറഞ്ഞാൽ തിരുനക്കര ശിവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. അപ്പം തിരുനക്കരക്കാർക്ക് പ്രത്യേകിച്ചും തിരുനക്കര ശിവൻ എന്ന് പറയുന്നത് ഒരുപാട് ഫാൻസ് ഉള്ള ഒരു ആനയാണ് നമ്മുടെ തിരുനക്കര ശിവൻ. അപ്പം ഞങ്ങളുടെ തിരുവാതിര സംഘത്തിലും ഒരുപാട് ആനപ്രേമികളുണ്ട്. അപ്പം അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ പറഞ്ഞു, നമുക്ക് തെച്ചിക്കോട്ട് രാമേന്ദ്രൻ്റെ തിരുവാതിരപ്പാട്ടുണ്ട്, നമുക്കിത് തിരുനക്കര ശിവനെ വെച്ച് നമുക്കിങ്ങനെ എടുത്താലോ എന്നൊരു ഐഡിയ കൊണ്ടുവന്നപ്പം, എന്നാൽ തെച്ചിക്കോട്ട് രാമേന്ദ്രൻ്റെ പാട്ട് എന്തിനാ നമ്മൾ തിരുനക്കര ശിവനെ ഓർത്ത് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇത്രയും വിശേഷണങ്ങളുള്ള നമ്മുടെ തിരുനക്കര ശിവനെയാണ്. അതുപോലെ തന്നെ തുമ്പിക്കൈയാണ്, നിലത്തെഴയുന്ന ഭംഗിയുള്ള തുമ്പിക്കൈ, എടുത്തകന്ന കൊമ്പുകൾ, ഇതൊക്കെ ആയിട്ട് ഉള്ള വിശേഷണ ലക്ഷണങ്ങളൊത്ത ഒരു ആനയെക്കുറിച്ച് നമ്മൾ നമ്മുടെ നാട്ടിലെ നമ്മുടെ സ്വന്തം തിരുനക്കര തേവരുടെ മകനെ നമ്മൾ വർണ്ണിച്ചില്ലേ പിന്നെ ആരാ വർണ്ണിക്കുക. അപ്പം ഞങ്ങൾ തന്നെ ഓർത്തു, ശരി നമുക്ക് തന്നെ ഒരു തിരുവാതിരപ്പാട്ട് എഴുതി പാടി കളിച്ചാലോ. അപ്പോൾ എല്ലാവരും കൂടെ അതൊത്തു. ഞാനത് എഴുതി, ഞങ്ങളെ പഠിപ്പിക്കുന്ന ശോഭന കുമാരി എന്ന് പറഞ്ഞ ചേച്ചി അതിന് തക്കതായിട്ടുള്ള ചുവടുകൾ ചിട്ടപ്പെടുത്തി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും 10 പേര് ചേരുന്ന സംഘം ഒത്തൊരുമിച്ച് നല്ലൊരു തിരുവാതിര സൃഷ്ടിച്ചെടുത്തു. തിരുവാതിര സംഘത്തിൻ്റെ അംഗങ്ങൾ രാജി, സ്മിത, ജ്യോതിലക്ഷ്മി, സ്വപ്ന, അനിത, ആരതി, ലതിക, ഉഷ, പിന്നെ ഞാനുമാണ് ഉള്ളത്. ഏതായാലും തിരുനക്കരക്കാർക്ക് മൊത്തത്തിൽ അത് സ്വീകരിക്കുകയും അത് ആസ്വദിക്കുകയും അവർ പ്രോത്സാഹിപ്പിക്കുകയും അതിന് നല്ല പേര് തരികയും ചെയ്തു. അതിൽ വളരെ സന്തോഷം. തിരുവാതിരപ്പാട്ട് ആദ്യമായിട്ടാണ് ഇത് എഴുതുന്നത്, അല്ലാതെ കീർത്തനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. കോട്ടയം പട്ടണത്തിൻ്റെ ആധ്യാത്മിക മണ്ഡലത്തിലും സാംസ്കാരിക മേഖലയിലും നിറഞ്ഞു നിൽക്കുന്ന മഹാക്ഷേത്രമാണ് തിരുനക്കര മഹാദേവ ക്ഷേത്രം. ഏതാണ്ട് 4-5 നൂറ്റാണ്ടോളം പഴക്കമുണ്ട്. തെക്കുംകൂർ രാജാവിൻ്റെ അധീനതയിലായിരുന്നു തിരുനക്കര മഹാക്ഷേത്രം. ഒരിക്കൽ തെക്കുംകൂർ രാജാവ് തൃശ്ശൂർ വടക്കുന്നാൾ ക്ഷേത്രത്തിൽ പോയ അവസരത്തിൽ അദ്ദേഹത്തിന് തിങ്കൾ ഭജനം എന്നൊരു ഏർപ്പാടുണ്ട്. അതായത് ഒരു മാസത്തിൻ്റെ അവസാനം ചെന്ന് പിറ്റേ മാസത്തിൻ്റെ ആരംഭത്തിൽ മടങ്ങി വരിക. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന രാജാവ് പ്രായാധിക്യം കാരണം വടക്കുംനാഥനെ വണങ്ങി എനിക്കിനി ഇതുപോലെ വരാൻ കഴിയില്ലല്ലോ എന്ന് പരിതപിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിന് സ്വപ്ന ദർശനമുണ്ടായി എന്നാണ് പറയുന്നത്. അങ്ങ് വിഷമിക്കണ്ട, അങ്ങയുടെ ദേശത്ത് അടുത്ത് തന്നെ ഞാൻ പ്രത്യക്ഷപ്പെട്ടുകൊള്ളാം, അത് വേണ്ട പോലെ എനിക്ക് ഒരു അധിവാസം ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. ഇദ്ദേഹം തിരികെ കോട്ടയത്ത് വന്നു. അന്ന് തളിക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്
തെക്കുംകൂർ രാജധാനിയും മറ്റും. അദ്ദേഹം വന്ന് തളിക്കോട്ടയിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ മാറി നക്കരക്കുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സ്ത്രീ പുല്ല് ചെത്താനോ മറ്റോ പോയി. ആനക്കരക്കുന്നാണ്, ശരിക്കും ആനകളെയൊക്കെ കെട്ടിയിരുന്ന സ്ഥലമാണത്. അവിടെ പുല്ല് ചെത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വിഗ്രഹത്തിൽ നിന്ന് ചോര വരികയും ആ വിവരം സംഭ്രമിച്ച് അടുത്തുള്ളവരോട് പറഞ്ഞ് രാജാവ് അറിയുകയും അദ്ദേഹം ഉടൻ തന്നെ അവിടെ വന്ന് അത് തിരുനക്കര ഭഗവാന്റെ ആവിർഭാവമാണെന്നറിഞ്ഞ് പിന്നീട് അവിടെ തന്നെ ഒരു ക്ഷേത്രം പണിഞ്ഞ് വേണ്ട എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു എന്നാണ് ഐതിഹ്യം. Shivana